നമസ്കാരം. ഞാൻ സാബു തോട്ടപ്പള്ളിയാണ്. അതെ, ഞാൻ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സാറിൻ്റെ ഒരു പ്രിയപ്പെട്ട സ്റ്റുഡൻസിൽ ഒന്നാളാണ് ഞാൻ. ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് സിനിമയിൽ 30 വർഷമായിട്ട് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആണ്. അതോടൊപ്പം തന്നെ ഞാൻ 50ഓളം സിനിമയിൽ അഭിനയിച്ച ഒരാളാണ്. എൻ്റെ കലാജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എലൈറ്റിൻ്റെ വേദിയിൽ നിന്നായിരുന്നു. അവിടെ ആയിരുന്നു ഞാൻ എൻ്റെ ഒരു കലാകാരൻ എന്നിലുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ഇവിടെയായിരുന്നു. അതിനുശേഷം എൻ്റെ ഉള്ള വിദ്യാഭ്യാസ കാലഘട്ടത്തിലാണെങ്കിൽ തന്നെയും എലൈറ്റിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകളാണ്. ദേവദാസ് സാറിൻ്റെ മുമ്പിൽ ഇപ്പോഴും ഞാൻ ചെല്ലുമ്പോൾ പഴയ 9ാം ക്ലാസ്സുകാരനോ 10ാം ക്ലാസ്സുകാരനോട്ടുള്ള അതേ വാത്സല്യത്തോടും സ്നേഹത്തോടാണ് സാർ എപ്പോഴും പെരുമാറുന്നത്. അപ്പോൾ സാറിൻ്റെ സപ്തതി ആഘോഷത്തിന് ഇങ്ങനൊരു അവസരത്തിൽ ഇങ്ങനൊരു വേദിയിൽ വരാൻ സാധിച്ച തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്നായി ഞാൻ കരുതുന്നു. സാറിന് ഈ ഗുരുദക്ഷിണയായി കൊടുക്കുന്ന ലക്ഷക്കണക്കിന് അല്ലെ ആയിരക്കണക്കിന് സാറിൻ്റെ ശിക്ഷണങ്ങളുടെ ഒരു ഗുരുദക്ഷിണ സ്വീകരിച്ച ശേഷം സാറ് കൂടുതൽ കർമ്മദേവനാകട്ടെ, കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് അറിവിൻ്റെ വെളിച്ചം നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം. ഗുരുദക്ഷിണയോടുകൂടി ഈ 70 വയസ്സിലും സാർ കൂടുതൽ കർമ്മനിരതനാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഗുരുദക്ഷിണ. ഞാൻ 85 ബാച്ച് SSLC ആണ് ഇവിടുന്ന് പോയത്. അതിനുശേഷം പ്രീ ഡിഗ്രിക്ക് ഇവിടെ ആയിരുന്നു ട്യൂഷൻ വന്നുകൊണ്ടിരുന്നത്. അതിലപ്പുറത്ത് സാറും ടീച്ചറും ഒക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, എന്നിലൊരു കലാകാരനോടൊന്ന് തിരിച്ചറിയപ്പെട്ടതും ആ വേദിയിലേക്ക് എത്തപ്പെടാൻ കഴിഞ്ഞതും ഇവിടെയാണ്. പിന്നെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് വെച്ചാൽ എന്നെ എലൈറ്റിലേക്ക് കൊണ്ടുവരുന്ന മോഹൻ സാറാണ്. മോഹൻ സാറ് മരിച്ചുപോയി, ഇപ്പോൾ ഭൂമിയിലില്ല. പക്ഷേ മോഹൻ സാറിൻ്റെ ഒരു കണക്കിൽ എനിക്ക് നന്നായിട്ടുള്ള ഒരു സ്പെഷ്യൽ ട്യൂഷനും കാര്യങ്ങളൊക്കെ തന്നാണ് എന്നെ സാറ് എലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അവിടെ വന്നതിന് ശേഷം നമുക്ക് ഉള്ള ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഓർമ്മകളാണ് ജീവിതത്തിൽ. ഇപ്പോൾ ഈ അമ്പലനടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ ആത്മീയതയിൽ അടിസ്ഥാനം കിട്ടിയത് പോലും അടികൊള്ളാതിരിക്കാൻ വന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ഇന്ന് അടികൊള്ളല്ലേ എന്നുള്ള എൻ്റെ ഭക്തിയിൽ ഉറയ്ക്കാനൊരു അവസരം ഉണ്ടായതും എലൈറ്റിൻ്റെ വേദിയിൽ നിന്നാണ്. ജീവിതത്തിലെ എല്ലാ മേഖലയിലും എൻ്റെ ബേസ് എന്ന് പറയുന്ന സാധനം, തുടക്കം എന്ന് പറയുന്ന സാധനം എലൈറ്റാണ്. അപ്പോൾ സാറിന് ഈ അവസരത്തിൽ സാറിന് ഒരുപാട് ആശംസകൾ പറയാമെന്നല്ലോ. സാർ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാറ് ഈശ്വരതുല്യനായിട്ട് നിൽക്കുന്നതാണ്. ഗുരുവിന് 10 ഗുണങ്ങൾ ഒന്നിച്ച് ചേരുമ്പോൾ ഈശ്വരതുല്യനാവുന്ന ആ ഈശ്വരതുല്യനായ ഒരു മനുഷ്യനാണ്. അത് പൂർവ്വജന്മ പുണ്യമാണ് സാറിന് ഇങ്ങനെ ഒരു ഗുരുദക്ഷിണ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് തന്നെ. നമ്മുടെ സമാന്തര അല്ലെങ്കിൽ നമ്മുടെ സമീപത്ത് ഒരുപാട് അധ്യാപകരുണ്ട്. പക്ഷെ അവർക്കാർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം ഈശ്വരൻ കാലം സാറിന് വേണ്ടി കാത്തു വച്ചിരിക്കുകയായിരുന്നു. ഇതിൽ ഭാഗമാകുന്നതും അല്ലെങ്കിൽ ഇതിനൊരു എന്തോന്നാകുന്ന ഇവിടെ നിന്ന് നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുന്നതും ഒക്കെ ഈ അറിവിൻ്റെ ഒരു നേരായ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ സാറ് പകർന്നു തന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒരു എത്തിയിലേക്ക് എത്താൻ പറ്റിയത്. അപ്പം നമ്മൾ പോകുന്ന ഓരോ വഴിയിലും സാറ് തെളിയിച്ച ആ ദീപവും സാറ് തെളിയിച്ച ആ നേരിൻ്റെ വഴികളും നമ്മുടെ ജീവിതത്തിൽ എന്നുമുണ്ട്. സാറിൻ്റെ ഈ സപ്തതി ആഘോഷത്തിന് എല്ലാവിധ പ്രാർത്ഥനയും തുടർന്നുണ്ടാകും, ഞാൻ എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു.